നീ ഇവിടെ ഉള്ളത് കണ്ടു ഇവിടെ ഒരുപാട് വെളുപ്പുണ്ടെങ്കിൽ മൂത്തതില്ല. വെളുപ്പ് കമ്മിയായ മൂക്കിൻ്റെ അവിടെ വെളുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. മൂത്തിൻ്റെ ഇതാണ് ഇളനീര്. മൂത്തിട്ടില്ല. മൂത്തു. മൂത്തിൻ്റെ നാളെ നമ്മൾ ഇല്ലാത്തപ്പോൾ വരും. നാളെ നിശ്ചയത്തിൻ്റെ ഇവിടെ കുറച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് കുറേ സാധനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കണമായിരിക്കും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ട ഇതിലത്തെ പൾപ്പൊക്കെ ഇത് വെട്ടണതിൻ്റെ വീഡിയോസും പിന്നെ നമ്മൾ ഇതുകൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കണതൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പം കുറേ ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഉണ്ട് നമുക്ക്. ഗൈസ് കണ്ട് ഇതാണ് ഇതിലത്തെ പൾപ്പ്. ഇതിലത്തെ മഞ്ഞ ഭാഗം കഴിച്ചാൽ നല്ലതാണ് പറയും. അതൊക്കെ മൂക്കാക്കുന്നത്. ഇതാണ് നമ്മുടെ ഇളനീര്. വെയിറ്റ് ഇത് നമ്മൾ ഇതിൻ്റെ തോലൊക്കെ മോൾ ഭാഗമൊക്കെ കളഞ്ഞിട്ട് അതിലത്തെ പൾപ്പ് എടുക്കണം. മൂത്തുണ്ടോ? കഴിക്കാം. ആ ഇതിൽ കുറേ മൂത്തിട്ടുണ്ട്. സോഫ്റ്റ് അല്ല. ഇത് കുഴപ്പമില്ല അല്ലേ? നമ്മളിതിൽ കുറേ വെട്ടി നോക്കുകയാണ്. നല്ലതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കട്ടെ. അതൊന്നും നല്ലതല്ല. മൂത്തിട്ടില്ല. മൂത്തു.
ഇതുണ്ട്. മൂത്തിൻ്റെ ഇനി ഞാൻ 2 ഇതായിട്ട് 6. നാളെ നമ്മൾ ഇല്ലാത്തപ്പോൾ വരും ശരിയാണ്. നാളെ നിശ്ചയത്തിന് കൂടി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം. ഇളനീര് വെച്ചിട്ട് പന ഇളനീര് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം. പന ഇളനീരും നന്നാരിയും എല്ലാം കൂടി വെച്ചിട്ട് ഒരു സർബത്ത് പോലെ ഉണ്ടാക്കാം. അപ്പോൾ നന്നായി ഉണ്ടാകുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. ആദ്യത്തെ പ്രാവശ്യമാണ്. കുറച്ച് പന ഇളനീര് വൃത്തിയാക്കിയിട്ട് ജാറിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. കുറച്ച് നിങ്ങൾക്ക് വേണ്ടത്ര ഇടാം. തണുത്ത വെള്ളം ഉപയോഗിക്കും. കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തണുത്ത വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, പക്ഷെ അത് ഐസ് വെള്ളമായിപ്പോയി. നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിക്കും, പക്ഷേ ഈ ചൂട്ടത്ത് കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും. കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു. നന്നായി ഉണ്ടാകുമെന്ന് അറിയില്ല, അതുകൊണ്ട് കുറച്ച് ആദ്യം അടിച്ചിട്ട് പിന്നെ നന്നായി ബാക്കി അടിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അടിക്കണത്. നിങ്ങൾക്ക് വേണ്ട അത്ര ഉണ്ടാക്കിക്കോളൂ. അത് നന്നായിട്ട് നോക്കിയിട്ട് ഞങ്ങൾ പറയാം. ഞങ്ങൾ കുറച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നോമ്പും ഐസ് വാട്ടറും മാത്രമായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നന്നാരി ഒഴിക്കുന്നുണ്ട്, 2 സ്പൂൺ. എന്നിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യാം. 1 മിനിറ്റിന് അല്ലെങ്കിൽ 30 സെക്കൻഡ്സിന് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ടേസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നന്നായിട്ടുണ്ടെന്ന്. ഒന്നുണ്ട് ടേസ്റ്റ് കുഴപ്പമില്ല. സ്വീറ്റ് ഉണ്ട്, പിന്നെ കുറച്ചും കൂടി മിക്സ് ചെയ്താൽ ചങ്ക്സ് ഒക്കെ പോകും. നന്നായിട്ടാണ് ഉള്ളത്. പക്ഷേ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. വേറൊരു വീഡിയോയിൽ കാണാം. ഇത് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചിലവർക്ക് ഇഷ്ടമാകില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബൈ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് മെയിനായിട്ട് കമൻറ്റ് ചെയ്യണം. എങ്ങനത്തെ വീഡിയോസ് വേണം എന്നുള്ളത്. ബൈ.